നമസ്കാരം. മതവിശ്വാസവും ഈശ്വരവിശ്വാസവും ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷേ കാര്യമില്ലാതെ പോലും മറ്റു മതങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ പരിഹസിക്കുന്നവർ മത തീവ്രവാദികൾ തന്നെയാണ്, മറ്റേതു മതത്തിലായാലും. അക്കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് യാദൃച്ഛികമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി. ഹിന്ദു മതത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാണ് തങ്ങളെന്നാണ് ചിലരുടെ ഭാവം. ഇത്തരം ആൾക്കാരെയാണ് മതസ്പർദ്ധയുണ്ടാക്കി എന്ന കുറ്റം ചുമത്തി പിടിച്ച് അകത്തിടേണ്ടത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഹിന്ദുവിനെ ചിതല് പോലെ ഉള്ളിൽ കൂടി കയറി നശിപ്പിക്കുകയാണ് ക്രിസ്തുമതം. അടുത്ത കുറേ കാലങ്ങളായി ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളിൽ ക്രൈസ്തവരുടെ കടന്നുകയറ്റം അസഹനീയമാണ്. തീവ്ര ഇസ്ലാമിക മതവിശ്വാസികൾ ഹിന്ദു ആചാരങ്ങളെ ശക്തിയുക്തം എതിർക്കുകയാണെങ്കിൽ ക്രിസ്തീയ സമൂഹം തങ്ങളാണ് ഹിന്ദുവിന് മുമ്പേ എന്ന രീതിയിൽ പ്രചാരണങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഹിന്ദു വിശ്വാസികളുടെ ആചാരങ്ങളായ പലതും പള്ളി അങ്കണങ്ങളിലും തങ്ങളുടെ പ്രാർത്ഥനാ വേളകളിലും കെട്ടിലും മട്ടിലും അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കൂട്ടിച്ചേർക്കാൻ ഗൂഢശ്രമം നടക്കുന്നു. ഇന്നിപ്പോൾ പള്ളിമുറ്റങ്ങളിൽ കാണുന്ന കൊടിമരം, മേൽക്കൂരയ്ക്ക് മുകളിൽ താഴികക്കുടം, എഴുത്തിനിരുത്ത്, തുലാഭാരം, പൂർണ്ണകുംഭത്തിൽ കുരിശുവെച്ച് സ്വീകരണം തുടങ്ങി പലവിധ വേഷങ്ങളിൽ നാം അതിനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആർക്കും വേണ്ടാത്ത തത്വചിന്തകർ, കൂലിയെഴുത്തുകാർ, രാവേറെ നീളുന്ന ചാനൽ ചർച്ചകളിലെ പുത്തൻ സാമൂഹ്യ നായകന്മാർ തുടങ്ങി പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അതെ, അവർ ഭാരതീയ ദർശനങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ സ്വാംശീകരിക്കുകയാണ്. കേൾക്കുന്ന മണ്ടൻ ഹിന്ദു ഇതും വിശ്വസിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രിസ്തീയ സമൂഹം ഹിന്ദുവിന് മുകളിൽ കുതിര കയറാൻ. സ്വാമി അയ്യപ്പന് നേരെയായിരുന്നു ഇതിനു മുമ്പെങ്കിൽ ഇന്നിതാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനു നേരെയും എത്തി നിൽക്കുന്നു. കൃഷ്ണനെ കുരിശിൽ തറച്ചത് മതപരിവർത്തന മാഫിയകളുടെ കുതന്ത്രമാണ്. ഹൈന്ദവ ദേവതകളെ അവഹേളിക്കലല്ല ഉദ്ദേശം. കൃഷ്ണൻ തന്നെയാണ് ക്രിസ്തുവെന്ന് വരുത്തി തീർക്കണം. ക്രിസ്തുമതം കൃഷ്ണനോളം പൗരാണികമാണെന്ന് വരുത്തണം. ഹൈന്ദവാചാരങ്ങൾ ക്രിസ്തുമതത്തിൽ നിന്ന് വന്നതാണെന്ന് വരുത്തി തീർക്കണം. എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ ദരിദ്ര ഹിന്ദുക്കളെ ഇത് കാണിച്ച് മാനസാന്തരപ്പെടുത്താൻ എളുപ്പമല്ലേ? അടുത്ത തലമുറ ഈ കള്ളത്തരങ്ങൾ ചരിത്രമായി കാണും. ആരും ഇതിൻ്റെ ആധികാരികത അന്വേഷിക്കേണ്ടതില്ല. ക്രിസ്തുമതത്തെയും ബൈബിളിനെയും അതുണ്ടായ സ്ഥലത്തും യൂറോപ്യൻ രാജ്യങ്ങളിലും വിശ്വാസികൾ കൈവിട്ടു കഴിഞ്ഞു. പഴയ പോലെ പലസ്തീനിലെയും ഇസ്രായേലിലെയും കഥകൾ പറഞ്ഞാൽ ഇപ്പോൾ ആരും ചെവിക്കൊള്ളില്ല. ഇതൊരു പുതിയ തന്ത്രമാണ്. പള്ളിയിൽ കൽവിളക്കും നിലവിളക്കും സ്ഥാപിക്കുന്നതും ആനയെ എഴുന്നള്ളിക്കുന്നതും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളി പെരുന്നാൾ നടത്തുന്നതും യോഗ ക്രിസ്തീയമാക്കി മാറ്റുന്നതും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ യേശുവിൻ്റെ രൂപം കൊത്തുന്നതും വിഷുവിന് കൃഷ്ണനു പകരം ക്രിസ്തുവിന്റെ രൂപം വെച്ച് കാണിക്കുന്നതും എല്ലാം ഈ കുതന്ത്രത്തിന്റെ ഭാഗമാണ്. വേദങ്ങളിൽ ക്രിസ്തു പരാമർശമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതും യേശു ചരിതം എഴുതിയതുമെല്ലാം ഈ ഉദ്ദേശത്തോടു കൂടി തന്നെ. അടുത്ത നൂറ്റാണ്ടിൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ചരിത്രവും പുരാണവുമാകും. ഹിന്ദുക്കൾ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും. ഈ കുപ്രചരണങ്ങളെയെല്ലാം തകർക്കപ്പെടേണ്ടതുണ്ട്. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ ഇത്തരം കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കി തീയിടണം. ഹൈന്ദവ ആചാരങ്ങളെ ക്രിസ്തീയവൽക്കരിക്കാൻ അനുവദിക്കരുത്. നമ്മൾ കരുതുന്നതിലും വലിയ വിപത്ത് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഡയബറ്റിക്സ് അറിയപ്പെടുന്നത് സൈലന്റ് കില്ലർ എന്നാണ്. പതുക്കെ തുടങ്ങും, പിന്നെ വ്യാപിക്കുകയും. ചെറിയ മെഡിസിൻ കൊണ്ട് തീരാവുന്നത് ആംബിറ്റേഷനിൽ ചെന്നെത്തും. ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെയധികം. എല്ലാ ഹിന്ദുക്കളും ഓർക്കുക, ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭീകരമായ ഒരു ഒറ്റപ്പെടുത്തൽ പ്രതീക്ഷിച്ചോളൂ. 2 സെമിറ്റിക് മതങ്ങളും ആവശ്യത്തിന് പണവും സ്വാധീനവും അതിനു ചെലവഴിക്കുന്ന ആളും അർത്ഥവും ഉപയോഗിച്ച് ഭരണത്തിൽ പോലും അവർക്കിന്ന് കൈകടത്താൻ കഴിയുന്നു. ഭാരതത്തിലെ ഹിന്ദു സമാജത്തിന് നടുവിൽ മതേതരത്വം പുലമ്പി ഉറങ്ങിക്കിടക്കുന്ന വിഷം മുറ്റിയ പാമ്പാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻ. ഇവരുടെ ലക്ഷ്യം ഹിന്ദു സംസ്കാരത്തെ മുച്ചൂടും നശിപ്പിക്കുക എന്നത് മാത്രമാണ്. ഗ്രീക്ക് ഭാഷയിൽ ക്രിപ്റ്റോ എന്ന വാക്കിന് അർത്ഥം മറഞ്ഞിരിക്കുന്നത് എന്നാണ്. ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്നത് കാണപ്പെടുന്ന വലിയ ഭീകരതയൊന്നുമല്ല. എന്നാൽ സ്ലോ പോയിസണിലൂടെ നമ്മുടെ സംസ്കൃതി നശിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന വത്തിക്കാൻ അംഗീകാരമുള്ള ഒരു ഇവാഞ്ചലിക്കൽ പ്രൊജക്റ്റാണിത്. ക്രൈസ്തവവൽക്കരണം നടത്തേണ്ടതായ നാട്ടിലെ മൂല്യ സംസ്കൃതിയെ അനുകരിച്ച് മെല്ലെ ക്രിസ്തീയവൽക്കരിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത്. മെല്ലെ മെല്ലെ ഇവിടുത്തെ ആചാരങ്ങളെ പിഴുതെറിഞ്ഞ് പൂർണ്ണമായും ക്രിസ്തീയവൽക്കരിക്കുക എന്നതാണ് ഇവരുടെ ശൈലി. ക്രിപ്റ്റോ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം റോമൻ സാമ്രാജ്യത്തിലാണ്. റോമിൽ ക്രിസ്തീയത കാലുകുത്തിയ നാളുകളിൽ ഇതിന് റോമൻ സംസ്കാരത്തിനെതിരെയുള്ള ശത്രുവായി അന്നത്തെ ചക്രവർത്തി ട്രോജൻ മനസ്സിലാക്കുകയും ക്രിസ്തുമതം സ്വീകരിച്ചവരോട് തിരികെ റോമൻ ദേവതകളെ ആരാധിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്നാജ്ഞാപിക്കുകയും ചെയ്തു. തന്ത്രശാലികളായ ക്രിസ്ത്യാനികൾ റോമൻ ദേവതകളെ ക്രിസ്തീയമായി ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. കാലക്രമേണ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അവയെ ഉപേക്ഷിക്കുകയും മെല്ലെ ക്രിസ്ത്യൻ സാമ്രാജ്യം റോമിൽ പടുത്തുയർത്തുകയും ചെയ്തു. ഇന്ന് നമുക്കിടയിൽ ക്രിസ്ത്യാനികൾ വിളക്കുതെളിക്കുന്നതും യേശുവിനെ ഹിന്ദു ദേവതകളെ പോലെ നിർമ്മിക്കുന്നതും കൊടിമരവും പായസവും എല്ലാം അനുകരിക്കുന്നതും പാവപ്പെട്ട ഹിന്ദുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ക്രൈസ്തവവൽക്കരിച്ച് മെല്ലെ ഈ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുക എന്ന വത്തിക്കാൻ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്.
ദുഃഖവെള്ളി മലകയറ്റം, അമ്പെഴുന്നള്ളിപ്പ്, പെരുന്നാൾ പ്രദക്ഷിണം ഇവയെല്ലാം ക്രിപ്റ്റോ ക്രിസ്ത്യൻ അജണ്ടയുടെ ഭാഗമാണ്. ചർച്ചകൾക്ക് പള്ളി എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് മുതൽ ക്രിസ്മസ് ഫ്രണ്ട് എന്ന പേരിൽ യുവാക്കളിലേക്ക് ക്രിസ്തീയത എത്തിക്കുന്നതുവരെ ഈ ഭീകരത വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ക്രിപ്റ്റോ ക്രിസ്ത്യൻ ജിഹാദികളെ പോലെ തുറന്ന ആക്രമണങ്ങൾ നടത്താറില്ല. അതുകൊണ്ട് തന്നെ അവയെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിനെ നിസ്സാരമായി കാണേണ്ടതില്ല. ഹൈന്ദവരെ അധിക്ഷേപിക്കാനോ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഇടയിൽ സ്പർദ്ധയുണ്ടാക്കാനോ ഉള്ള ഗൂഢമായ തന്ത്രം പോലുമായിരിക്കാം ഈ ഓക്കാനമുണ്ടാക്കുന്ന കുറിപ്പ്. ഇത് വിസർജിച്ച വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുമില്ല. കാരണം അതിൻ്റെ പേരിൽ ഒരു വാഗ്വാദവും വെല്ലുവിളികളും ഒന്നും നടക്കരുത് എന്ന് കരുതി തന്നെയാണ്. ഈ പോസ്റ്റ് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പള്ളിമുറ്റങ്ങളിൽ കൊടിമരവും മേൽക്കൂരയ്ക്ക് മുകളിൽ താഴികക്കുടവും സ്ഥാപിച്ചിരിക്കുന്നു എന്നും എഴുത്തിനിരുത്തും തുലാഭാരവും പൂർണ്ണകുംഭത്തിൽ കുരിശുവെച്ച് സ്വീകരണവും ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട് എന്നുമാണ് പോസ്റ്റ് മുതലാളിയുടെ രോദനം. ഈ കൊടിമരവും താഴികക്കുടവും എഴുത്തിനിരുത്തും പൂർണ്ണകുംഭവും ഒന്നും ആരുടെയും കുത്തകയല്ല. ഈ പറയുന്ന പോസ്റ്റ് മുതലാളി പാൻറ് ഉപയോഗിക്കുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് എൻ്റെ പ്രൊഫൈൽ അരിച്ചു പെറുക്കിയിട്ടും അരയ്ക്ക് താഴോട്ടുള്ള ഒരു പടവും കണ്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ധരിക്കണമല്ലോ. പാളത്താറും കോണകവും എടുത്ത് സ്കൂളിൽ പോകുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇപ്പോൾ പാൻറ്റും ഷർട്ടുമാണ് യൂണിഫോം. ഈ പാൻറ് ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. ബ്രിട്ടീഷുകാർ ബ്രാഹ്മണരല്ല, ക്രിസ്ത്യാനികളാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കോപ്പി അടിക്കാം, കുഴപ്പമില്ല. പിന്നെ ഇയാൾ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ ദരിദ്ര ഹിന്ദുക്കളെ ഇത് കാണിച്ച് മാനസാന്തരപ്പെടുത്താൻ എളുപ്പമല്ലേ എന്നാണ്. മാനസാന്തരമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇയാൾക്ക് നാണമുണ്ടോ? എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ ദരിദ്ര ഹിന്ദുക്കളെന്ന്. എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ ദരിദ്ര ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് മുതലാളിയെ പോലെയുള്ള സ്വയം പ്രഖ്യാപിത ഹൈന്ദവ ബ്രാൻഡ് അംബാസഡർമാരല്ലേ അതിന് ഉത്തരവാദികൾ? ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ, സേവാഭാരതി ഒഴികെയുള്ള സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് കോപ്പാണ് ചെയ്തിട്ടുള്ളത്? കടത്തിണ്ണയിലും ടാർപോളിന് കീഴിലും കിടന്നുറങ്ങുന്ന എത്ര ഹിന്ദുക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തു? എത്ര പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചു? വിശന്നിരിക്കുന്ന എത്ര പേർക്ക് ആഹാരം കൊടുത്തു? മൈക്കിന് മുന്നിൽ നിന്ന് കുറെ പുളിച്ച വർഗീയത വിളമ്പി കേൾക്കുന്ന ചിലരുടെയെങ്കിലും ഉള്ളിൽ വിഷം കുത്തിവെക്കുകയല്ലാതെ എന്താണ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നേതാക്കൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഹിന്ദുക്കളുടെ രക്ഷകനായി ചമഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു പ്രമുഖ നേതാവിന്, മതനേതാവിന് ഇന്ന് കോടികളുടെ സ്വത്തുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതൊക്കെ പോകട്ടെ, ഇവിടെ നോ ഹലാൽ വിവാദമുണ്ടായല്ലോ. സ്വന്തം ഹോട്ടലിൽ നോ ഹലാൽ ബോർഡ് വെച്ചു എന്ന കുറ്റത്തിന് ആ കടയുടമകളായ തുഷാരയും അജിത്തും 2 മാസത്തോളമാണ് ജയിലിൽ കിടന്നത്. അന്ന് ഈ ഹിന്ദുമത ബ്രാൻഡ് അംബാസഡർമാരുടെ അണ്ണാക്കിൽ പിരിവിട്ടിരിക്കുകയായിരുന്നു. ആ വിഷയത്തിൽ ആദ്യം ഇടപെട്ട ഇവനൊക്കെ ലക്ഷങ്ങളോ കോടികളോ വാങ്ങി മറുകണ്ഠം ചാടിയെന്നാണ് കേട്ടത്. പള്ളികളിൽ നിലവിളക്കും കൽവിളക്കും സ്ഥാപിക്കുന്നതും ആനയെ എഴുന്നള്ളിക്കുന്നതും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ പള്ളിപ്പെരുന്നാൾ നടത്തുന്നതും യോഗ ചെയ്യുന്നതും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ യേശുവിൻ്റെ രൂപം കൊത്തുന്നതും വിഷുവിന് യേശുവിൻ്റെ പടം കണിവയ്ക്കുന്നതുമൊക്കെ ഹിന്ദുമതത്തെ ഭാവിയിൽ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് പോലും. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ പള്ളികളിൽ നിലവിളക്കും കൽവിളക്കും താഴികക്കുടവും ഒക്കെ സ്ഥാപിച്ചു, ആന എഴുന്നള്ളിച്ചു, പഞ്ചവാദ്യം നടത്തി, യോഗ ചെയ്തു. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമല്ലേ? അവർക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? പിന്നെ വിഷുവിന് കണി കാണുന്നത്, ഒരു ക്രിസ്ത്യാനി കണി കാണാൻ ക്രിസ്തുവിൻ്റെ പടമല്ലാതെ നിൻ്റെയൊക്കെ അപ്പൻ്റെ പടമാണ് വയ്ക്കേണ്ടത്? ഒരു മര്യാദ വേണ്ടേ? ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുത്തൻ പറഞ്ഞ വിവരക്കേട് കണ്ട് ഓക്കാനം വന്നതുകൊണ്ട് മറ്റൊരു ഹിന്ദു തന്ന മറുപടിയായി കരുതിയാൽ മതി ഇതിനെ. പിന്നെ ഇങ്ങനെ വിഷം തൊപ്പി നടക്കാതെ വല്ല പണിക്കും പോസ്റ്റ് മുതലാളി. എവിടെയെങ്കിലും തലകറങ്ങി വീണ് വായും പൊളിച്ച് കിടക്കുമ്പോൾ തുള്ളി വെള്ളം അണ്ണാക്കിലേക്ക് ഇറ്റിച്ചു തരുന്നവൻ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കില്ല. വെള്ളം തരുന്നവൻ മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനിയായിരിക്കാം, ഹിന്ദു ആയിരിക്കാം, മതമില്ലാത്തവനായിരിക്കാം, സുന്നത്ത് ചെയ്തവനായിരിക്കാം, മാമോദിസ മുങ്ങിയവനായിരിക്കാം. അതുകൊണ്ട് ആദ്യം മനുഷ്യനാകും, പിന്നെയാകാം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ആകുന്നത്. അപ്പോൾ ശരി, വീണ്ടും കാണാം.